തിരുവചനത്തോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവിന്റെ ആത്മാവിൽ ആശ്രയിക്കാം. Let the Lord enable us to be in front of the word of God today. ആമേൻ. സ്തോത്രം. നമ്മൾ ഭാരതത്തെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. We're praying for India. ആമേൻ. കഴിഞ്ഞ ദിവസം ഭാരതത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ഭാരതത്തെ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഭാരതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിനകത്തുള്ളത് ഒന്ന് പെർസിക്യൂഷൻ. We're praying over the persecution in India. ആമേൻ. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ഭാരതത്തിന്റെ സുവിശേഷീകരണം. We're praying for gospelization of India. അപ്പോൾ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ആത്മാവ് പറയുവാനിടയായി. Glory. No problem. The past days God spoke to me. ആമേൻ ഹല്ലേലൂയ. ഈ പെർസിക്യൂഷൻ മാറാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. You should not just pray for only persecution to go away. അവിശ്വസ്തരായ അനേകം ആമേൻ ആൾക്കാർ ഭാരതത്തിലുണ്ട്. There are a lot of unfaithful people. കൃപയിൽ നന്യപ്പെട്ടു പോയ ലീഡേഴ്സ് ഉണ്ട്. Unbelieving leaders have gone away from the Lord. പിന്മാറ്റത്തിൽ ജീവിക്കുന്നവരുടെ എണ്ണം ഒരു പരിധി വരെ പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ഇന്ന് കൃപയിൽ ജീവിക്കുന്നവരുടെ അത്രയുമോളമുണ്ട്. The number of people who live in backsliding is almost the same as the number of people who live in faith. ദൈവഭയമില്ലാത്ത അവസ്ഥയാണ്. It's a situation where there's no fear of the Lord. അതുകൊണ്ട് ആമേൻ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. So we need to pray for them. Praise the Lord. Amen. കാരണം ഒരു ആത്മാവിന്റെ വില ഈ ലോകത്തേക്കാൾ വലുതാണ്. Because the price of a soul is more than the whole world. വിലയേറിയ ആത്മാവ് കൃപയിൽ വന്നിട്ട് പിന്മാറ്റത്തിൽ പോയി നഷ്ടപ്പെട്ടാൽ, but if the soul comes to the faith and then backslides, ആമേൻ ഹല്ലേലൂയ ആയതുകൊണ്ട് കാരണം ലോകം ആമേൻ ഹല്ലേലൂയ അവരെ ആമേൻ വശീകരിപ്പാനിടയായി. because the world can entice them. ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ, ധനസമ്പാദനം, പേര്, പ്രശസ്തി അത് അവരെ അടിമയാക്കുവാനിടയായി. The comfort and the wealth and the fame of the Lord, the world can entice them. മനുഷ്യർ അഹങ്കാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. People can become pride. ആമേൻ ഹല്ലേലൂയ എന്തുമാകാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. They have a thought that they can do anything nowadays. ഒരു പാഠം പഠിപ്പിക്കുമെന്നുള്ള ആറ്റിറ്റ്യൂഡും സംസാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. In their conversations you can feel them telling, I'll teach you a lesson. ആമേൻ. ഇസ്രായേൽ മക്കളെ പോലെയാണ്. Just like the Israelites. ആമേൻ. അവർ യാഗമർപ്പിക്കുന്നുണ്ട്. They're offering അവർ sacrifices. ധൂപം കാട്ടുന്നുണ്ട്. They're offering incenses. പക്ഷേ ദൈവസാന്നിധ്യമില്ല. But the presence of the Lord is not there. അതുകൊണ്ട് ഒരു മടങ്ങി വരവിന് വേണ്ടി നാം We need പ്രാർത്ഥിക്കണം. to pray for a comeback nowadays. വിശ്വസ്തന്മാരെ വശീകരിച്ച പൈശാചിക ശക്തി പരാജയപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കണം. Satan that's enticing the faithful needs to lose these things. ഇത് ഇങ്ങനെ കൂടുതലായി സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, The reason why this is happening a lot nowadays is, പലപ്പോഴും ഞാനൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. I have reminded you a lot of ആമേൻ ഹല്ലേലൂയ. ആമേൻ. times. രക്ഷിക്കുന്ന വിശ്വാസത്തിലൂടെ മാത്രമേ രക്ഷ സംഭവിക്കത്തുള്ളൂ. Only through the saving salvation that saves, then only you'll be saved. അത് ദൈവവചനത്താലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലുമാണ്. It is through the word of the Lord and the work of the Holy ആമേൻ Spirit. ഹല്ലേലൂയ. അങ്ങനെയാണ് എങ്കിൽ If that's the case, രക്ഷിക്കപ്പെടാത്തവർ വന്നിട്ടുണ്ട് ഇതിനകത്ത്. people who are not saved have ആമേൻ come. ഹല്ലേലൂയ. അവർ ലീഡർഷിപ്പിൽ വന്നിട്ടുണ്ട്. They are into leadership. ആമേൻ ഹല്ലേലൂയ. പിന്മാറ്റത്തിൽ പോയവരുണ്ട്. There are people who are backsliding. ആമേൻ ഹല്ലേലൂയ. ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, The reason for all of this is, ആമേൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള they do വെളിപ്പാടില്ലാതെയാകുന്നു. not have a revelation of Christ in their lives. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ. It's not enough you just be saved. വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കേണ്ടത് You ആവശ്യമാണ്. need to drink the milk that's the word of the Lord. വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുമ്പോൾ മാത്രമേ Only when you drink this milk, ആമേൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് you will ലഭിക്കത്തുള്ളൂ. receive a revelation of Jesus So Christ. perpetual revelation of Christ is essential in our life. Revelation of Christ is needed in our lives. Amen. ഇവിടെ പ്രാക്ടീസ് കിട്ടത്തുള്ളൂ. Praise the Lord. Amen. Life and that is possible only through the word of God. Perpetual revelation of Christ is essential in our life and that is possible only through the word of God. ദൈവത്തിൽ കൂടെ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. Praise the Lord. ഇന്ന് ദൈവവചനം വായിക്കുന്നത് എന്തിനാ? Why do you read the word of God today? ഒന്നെങ്കിൽ പ്രസംഗിക്കാൻ, To preach, അല്ലേ പഠിപ്പിക്കാൻ, or to teach, അതല്ലേ തർക്കിക്കാൻ. or to debate. മൂന്ന് കാര്യത്തിന് വേണ്ടി. Only for these three things people Amen. read the word of God. ദൈവവചനം നമ്മുടെ അകത്തെ മനുഷ്യന്റെ ആഹാരം It's കൂടെയാണ്. the food for our inner man. ആമേൻ. അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ആമേൻ ഹല്ലേലൂയ ആമേൻ ക്രിസ്തുവിൽ It's വളരുവാനിടയാകും. for our inner man to grow in Amen. Christ day by day. വചനമാകുന്ന കർത്താവ് രക്ഷയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നുവെങ്കിൽ, If Christ the word came to our lives, ആ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് വചനത്തിലൂടെ മാത്രമേ നമുക്ക് it's ലഭിക്കത്തുള്ളൂ. only through the word you'll get a revelation ആമേൻ of who he ഹല്ലേലൂയ. is. ആ വെളിപ്പാടിൽ നാം വളർന്നു വരുന്നില്ല If എങ്കിൽ, you're not growing in that ആമേൻ revelation, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഘട്ടം ഘട്ടമായി നമുക്ക് ലഭിക്കുന്നില്ല if എങ്കിൽ, you're not getting the revelation of Jesus stage ആമേൻ by ഹല്ലേലൂയ stage, പിന്മാറി പോകുവാൻ you can സാധ്യതയുണ്ട്. backslide.
ആമേൻ ഹല്ലേലൂയ. നാം ആമേൻ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ John 4:7 says, ആമേൻ ഹല്ലേലൂയ, നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. see here, ആമേൻ ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വരികയാ. there's a lady coming to Jesus, a ആമേൻ woman. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. Verse 7. ആ ആമേൻ. യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. Jesus said to her, give me a drink. ഈ അധ്യായം നമുക്കറിയാം, We know this chapter. പല പ്രാവശ്യം We പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. have read this a lot of times. ആമേൻ. യേശുവിന്റെ അടുക്കലേക്ക് ഈ സഹോദരി വരികയാ. This woman is coming to അവൾ Jesus. വന്നത് യേശുവിന്റെ അടുക്കലേക്കല്ല, She didn't come to അവൾ Jesus. വന്നത് വെള്ളം She കോരുവാനായിട്ടാണ്. came to draw water. ആമേൻ. വെള്ളം കോരുവാൻ വന്നപ്പോൾ ആ കിണറിന്റെ കരയിൽ യേശുവുണ്ട്. Jesus was by the well ആമേൻ. when she came to ആഴമുള്ള draw ഒരു water. കിണർ. It's a deep well. ആമേൻ. യേശു ചോദിക്കുകയാണ്, Jesus is asking നീ her, എനിക്ക് കുടിപ്പാൻ തരുമോ? can you give me some water to drink? ആ ചോദ്യം കേട്ടപ്പോൾ When she heard that, ആമേൻ അതിന് അവൾ ഒരു മറുപടി പറയുവാനിടയായി. she answers. പക്ഷേ ആ മറുപടി പറഞ്ഞ വ്യക്തി ആരാണെന്ന് അവൾക്ക് She didn't മനസ്സിലായില്ല. know whom she answered to. തന്നോട് കുടിപ്പാൻ ചോദിച്ച വ്യക്തി ആരാണെന്ന് അവൾക്ക് She didn't know മനസ്സിലായില്ല. who asked her for a drink. ആമേൻ ഹല്ലേലൂയ. അവൾക്ക് ഇതുകൂടെ മനസ്സിലായില്ല. She didn't understand this ആമേൻ. too. പാപിനിയായ എന്നെ A sinner like ആമേൻ me, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ within a few hours, ആമേൻ സുവിശേഷക എന്ന പദവിയിലേക്ക് ഉയർത്തുവാൻ കഴിയുന്ന someone ഒരു who- ദൈവമാണ് എന്റെ അടുക്കൽ നിൽക്കുന്നത്. it's a God who is standing next to me who can Amen. elevate me to somebody who speaks the gospel. നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന യേശു, A Jesus who can transform us. നമ്മെ വളർത്തുവാൻ കഴിയുന്ന യേശു, A Jesus who can make us നമ്മെ grow. ഉയർത്തുവാൻ കഴിയുന്ന യേശു, Jesus who can lift us up. നമ്മെ അനുഗ്രഹിക്കുന്ന യേശു, A Jesus who can bless അപ്പനും us. അമ്മയും കൈവിട്ടാലും ആമെ കൈവിടാത്തവനായ യേശു. A God who will not forsake even if your father and mother forsakes you. Praise the Lord. Hallelujah. ഈ ഒരു അനുഭവം നമുക്ക് വേണം. We need this experience. മണിക്കൂറുകൾ മാത്രം. Within hours, ആമെ പാപിനിയായിരുന്നു, she was a sinner. സമൂഹം ഒറ്റപ്പെടുത്തിയതാണ്, Society alienated her. She was immoral. ആമേ ഹല്ലേലൂയ. എന്നാൽ But ആമേൻ ഇപ്പോൾ അവൾ ഒരു സുവിശേഷകയായി right now she's going to be an evangelist. immoral to an evangelist. From an immoral person to an ഇത് evangelist. യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. Only through Jesus this ആമേൻ. can ഇത് happen. അവന്റെ വചനത്തിന്റെ ആമേ ഹല്ലേലൂയ ഇടപെടൽ കൊണ്ട്, വചനത്തിന്റെ പ്രവൃത്തി കൊണ്ട് മാത്രമേ This is സാധിക്കൂ. only by the work of the word of Jesus. ആമേ ഹല്ലേലൂയ. ഈ സ്ത്രീ This woman, സമൂഹം ഒറ്റപ്പെടുത്തിയത്. she was alienated by ആമേൻ. society. ഒന്ന്, യഹൂദന്മാർ ഇവരുടെ കയ്യിൽ നിന്ന് കുടിക്കുവാൻ വാങ്ങത്തില്ല. Jews will not ask a drink from her. രണ്ട്, ശമര്യരുടെ കൂട്ടത്തിൽ നിന്നും ആരും ഇവളുടെ കയ്യിൽ നിന്ന് കുടിക്കുവാൻ വാങ്ങത്തില്ല. Secondly, even the Samaritans will not ask a ആമേൻ. drink from അവളുടെ her ജീവിതത്തിന്റെ അവസ്ഥ അതാണ്. because her life was like ആമേൻ that. ഹല്ലേലൂയ. എന്നാൽ അവളോട് But to her, ആമേൻ ഹല്ലേലൂയ അവൾ അതിശയിക്കുമാർ. she became ആമേൻ. astonished. ഒരുവൻ അവളോട് ചോദിക്കുകയാണ്, നീ എനിക്ക് കുടിപ്പാൻ തരുമോ? Someone is asking her, can you give ആമേൻ me a drink? ഹല്ലേലൂയ. ആമേൻ. അതിന് മറുപടിയായി കുടിപ്പാൻ കൊടുക്കുകയല്ല. She's not giving a drink as a reply. Praise the Lord. Amen. Praise the Lord. Amen. കുടിപ്പാൻ ചോദിച്ചു കുടിപ്പാൻ കൊടുത്താൽ പോരായിരുന്നു, She could just give a drink. പരിപാടി അവിടെ കൊണ്ട് തീർന്നേനെ. It will finish with that. Praise the Lord. Amen. അവളുടെ കയ്യിൽ തൊട്ടിയുണ്ട്, She has a cup for that. വെള്ളം കോരി കൊടുക്കാം. She can just draw water. അവിടെ കൊണ്ട് അവസാനിച്ചു. It will finish with that. Praise the Lord. Amen. Praise the Lord. Amen. യേശുവിനോട് സംസാരിപ്പാനിടയായി. But she started talking with Jesus. യേശുവിനോട് She സംവാദിക്കുവാനിടയായി. started talking with Praise the Jesus. Lord. നാം ചിലരോട് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. Some things we ask some people, they ആമേൻ. won't like it. ചില സംവാദനം നടത്തുവാൻ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും നാം ഇച്ഛിച്ചാൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് When you വരികയില്ല. start talking and discussing with them, even if it's for their own good, they might not like നമ്മുടെ it. ഏത് വിഷയങ്ങളും But for any of our matters, നമുക്ക് ഉള്ളു തുറന്ന് വിശ്വസിച്ച് പറയുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ there's only യേശു our മാത്രമാണ്. Jesus you can open your Amen. heart and share അവൻ everything അവൻ to. നമ്മുടെ ബലഹീനത മുതലെടുക്കുന്ന ദൈവമല്ല. He does not take advantage of your ആമേൻ. നമ്മെ weakness. നിന്ദാപാത്രമാക്കുന്ന ദൈവമല്ല. He does not make you a നമ്മെ shame in the പരിഹാസ society. വിഷയമാക്കുന്ന He ദൈവമല്ല. won't make you a ആമേൻ. matter of ഹല്ലേലൂയ. dishonor. അവൻ നമ്മെ കരം പിടിച്ച് ഉയർത്തുന്ന He യേശുവാ. will hold you by the hand ആമേൻ. and lift you നമ്മെ up. ചേർത്ത് നിർത്തുന്ന He യേശുവാ. will draw ആമേൻ. us നമ്മെ close to him. ബലം പകരുന്ന He യേശുവാ. will empower us. And he present us to the society. He will present us to the society. Praise the Lord. Amen. യേശുവിന് ഇത്രയും കഴിയുമെങ്കിൽ If Jesus can do this, എന്തുകൊണ്ടാണ് യേശുവിനോട് നാം സംവാദിക്കാത്തത്? why don't we discuss with എന്തുകൊണ്ടാണ് Jesus? യേശുവിനോട് നാം Why സംസാരിക്കാത്തത്? don't we talk to ആമേൻ. Jesus? ഞാൻ പലപ്പോഴും യേശുവിനോട് തർക്കിച്ചിട്ടുണ്ട് കേട്ടോ. I have debated a lot with ചില Jesus വചനത്തോടുള്ള ബന്ധത്തിൽ, in terms of certain ആമേൻ, ചില verses, കാര്യങ്ങളുള്ള ബന്ധത്തിൽ, certain issues. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഓസ്താത്യോസ് തിരുമേനിയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഒരിക്കൽ സഞ്ജീവറാൻ തോന്നുന്നു ഇവിടെ പറഞ്ഞെന്ന് തോന്നുന്നു. One Sanjay uncle told ആമേൻ. about അദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത് അഗാപ്പെ എന്നുള്ളതാണ്. that
person's theory is agape. എന്റെ ഒരു സഹോദരന്റെ thesis-നോടുള്ള ബന്ധത്തിൽ അവിടെ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾ പോയിരുന്നു. I had gone to interview him ആമേൻ. once. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരുപാട് ഞങ്ങളെ His സ്പർശിക്കുവാനിടയായി. words have touched us a lot. ആമേൻ. ദൈവ സ്നേഹത്തെ അദ്ദേഹം കാണുന്ന ആ കാഴ്ചപ്പാട്, The way he looks at the love of the Lord. അദ്ദേഹം രക്ഷിക്കപ്പെട്ടതായിരുന്നു. He was a saved പക്ഷെ man. അദ്ദേഹത്തിന്റെ ആ ചുറ്റുപാട് വിട്ടിട്ട് But ഇറങ്ങാനിടയായില്ല. with his situations, he couldn't come out. രഹസ്യമായി പോയി സ്നാനപ്പെട്ടോന്ന് I എനിക്കറിയില്ല. don't know if he secretly got അദ്ദേഹത്തിന്റെ baptized. സംസാരം കേട്ടിട്ട് അങ്ങനെയാണ് എനിക്ക് But I felt തോന്നുന്നത്. that from his conversation. Praise the Lord. Amen. ആമേൻ. ദൈവ സ്നേഹം The love of the Lord ആമേൻ കാൽവറി ക്രൂശിൽ in the cross of ആമേൻ Calvary, സ്വന്തം പുത്രനെ own son, ആമേൻ ഹല്ലേലൂയ സൃഷ്ടിതാവായവനെ the creator Lord, ദൂതന്മാരുടെ ആരാധനാ somebody who വിഷയമായവനെ was praised by the ആമേൻ angels, തകർത്ത് കളഞ്ഞ് destroyed ആമേൻ him. ഒരിക്കലും അവന്റെ സന്നിധിയിൽ വരുവാൻ കഴിയാത്ത People who could never ആമേൻ come to his presence, അറയ്ക്കപ്പെട്ടവരായവരെ who were cast away, ആമേൻ വീണ്ടെടുത്ത ആ കൃപ, the grace that ആമേൻ redeemed അത് them. ദൈവ സ്നേഹത്തിന്റെ ഒരു Oh, പ്രദർശനമായിരുന്നു. that's the exhibition of God's love. Praise the Lord. Hallelujah. യേശുവിനെ നമ്മോടുകൂടെ വസിപ്പാൻ അയച്ചേ. God, Jesus was ആമേൻ. sent to live with അതുകൊണ്ടാണ് us. ദൈവമോൻ ഇമ്മാനുവേൽ എന്ന് പേര് That's why he's called കൊടുത്തത്. Emmanuel. ആമേൻ. അതുകൊണ്ട് യേശുവിനോട് നമുക്ക് തർക്കിക്കാം. So we can talk and discuss and debate with ഈ Jesus. അഗാപ്പെ എന്നുള്ളത് തിരുമേനിയോട് കേട്ട് കഴിഞ്ഞപ്പോൾ When I heard this from the ആമേൻ, priest എനിക്ക് at വലിയ agape, പ്രയാസം തോന്നി. I felt bad. പ്രയാസം തോന്നി യൂദയെ കുറിച്ചാണ് കേട്ടോ. I felt bad about ആമേൻ. Judas. ഞാൻ പറഞ്ഞു യേശുവേ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ, Jesus, Judas was with നീ you. വിളിച്ചതല്ലേ, You called him out. ഭൂതങ്ങളെ പോലും Even പുറത്താക്കിയതല്ലേ, casted out demons. എന്തുകൊണ്ടാണ് അവൻ നഷ്ടപ്പെട്ടു പോകുവാൻ Why ഇടയായത്? was he lost? നീ ആമേൻ ദുഷ്പ്രവർത്തിക്കാരനെ ക്രൂശിൽ വെച്ച് രക്ഷിച്ചില്ലേ, You saved the wicked ആമേൻ man on ഹല്ലേലൂയ. the cross. എന്തുകൊണ്ട് യൂദയെ നീ കൈവിട്ടു? Why didn't you save ആമേൻ ഹല്ലേലൂയ. Judas? അവന് തെറ്റുപറ്റി എന്നുള്ള ബോധ്യം വന്നതല്ലേ, He understood his ആമേൻ mistake. ഹല്ലേലൂയ. 30 വെള്ളിക്കാശ് കൊണ്ടുപോയി എറിഞ്ഞു കളഞ്ഞതല്ലേ, 30 silver coins he earned, he cast it away. പുരോഹിതന്മാരോട് കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഉറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞതല്ലേ, He told that I ആമേൻ showed up. ഹല്ലേലൂയ. പിന്നെ blameless എന്തുകൊണ്ട് ആമേൻ നീ അവനെ വിടുവിച്ചില്ല? Why didn't you save Judas? Praise the Lord. Amen. ആമേൻ ഹല്ലേലൂയ. അത് ശരിയായില്ല കർത്താവേ എന്ന് ഞാൻ പറഞ്ഞു. I told Jesus that's not right. വർഷങ്ങൾക്ക് മുമ്പ് A മണക്കാലെ lot of years I back. think it was in 89 or 90. 89. Praise the Lord. Amen. നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, The problems we ആമേൻ, face in our lives, പ്രതിസന്ധികൾ, ആമേൻ, troubles, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ without telling each other, യേശുവിനോടൊന്ന് പറഞ്ഞു. you tell it to ആമേൻ. Jesus. ആമേൻ. അതുപോലെ തന്നെ The same way, എന്റെ സ്ഥാനത്ത് യേശുവായിരുന്നു if Jesus was in my എന്റെ place, സ്ഥാനത്ത് യേശുവായിരുന്നു ഇതിനെ എൻകൗണ്ടർ Jesus ചെയ്തിരുന്നതെങ്കിൽ, was going to encounter ആമേൻ, this എന്റെ in my സ്ഥാനത്ത് place. യേശുവായിരുന്നു ഈ വിഷയവുമായിട്ട് വന്നിരുന്നുവെങ്കിൽ, Jesus came to me. ആമേൻ, എന്റെ അടുക്കൽ in my വന്നിരിക്കുന്ന place. ഈ വിഷയത്തെ, ഈ വ്യക്തിയെ യേശുവിന്റെ അടുക്കലായിരുന്നു, യേശുവായിരുന്നു ഹാൻഡിൽ Jesus ചെയ്തിരുന്നതെങ്കിൽ, handled this person who has come in front of me. Praise the Lord. Amen. പെന്തക്കോസ്ത് സഭയിൽ വിശുദ്ധന്മാരെ കൊണ്ട് ഇരിക്കപ്പെടുന്നില്ല. There wouldn't be seats here filled with saints. എന്നാ വിശുദ്ധിയും വേർപ്പെടാന്നറിയോ? You know how much of separation and Praise the holiness Lord. is. Amen. ആമേൻ. എസൻഷ്യാലിറ്റിയിലല്ല, Not because of പുറമേ essentiality. കാണുന്നതിൽ. Things that you see on the ആമേൻ. യേശു outside. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയാനിടയായി. Jesus told about those നിങ്ങൾ people. കിണ്ടികണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, You are cleaning the outer പക്ഷേ surfaces അകം of vessels. എങ്ങനെയുള്ളതാണ്? What is the ആമേൻ. inside? അകമേയുള്ളത് കാണുന്നത് സ്വർഗസ്ഥനായ There's a ദൈവമാണ്. heavenly Father who sees ആമേൻ. on the ഹല്ലേലൂയ. inside. ആയതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരായുസ്സിൽ, ആമേൻ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ജീവിതത്തിൽ, ആമേൻ, നാം വിശ്വസ്തരായി തീരുക. ആമേൻ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. So in this life that God has entrusted in you, you be faithful in that instead of Amen. meddling in other issues. സുവിശേഷം നമ്മെ ഫരമേൽപ്പിച്ചിട്ടുണ്ട്. Gospel has been entrusted to സുവിശേഷ us. വേല നാം ചെയ്യണം. Gospelization should be done by കൃപാവരങ്ങൾ us. നമ്മെ He's given ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ us the gifts of the Spirit. വിശ്വസ്തയോടെ അത് വ്യാപാരം ചെയ്യണം. Faithfully you got to work ആമേൻ. with it. ഇതെല്ലാം ചെയ്യുമ്പോൾ When you do all this, ക്രൂശിലെ മരണത്തോളം, up until the death of ആമേൻ, at the cross, സ്വർഗോന്നതനായ ദൈവത്തിന്റെ പുത്രൻ, Son of the Lord ആമേൻ, Most High, ക്രൂശിലെ മരണത്തോളം, till his death on the ആമേൻ, cross, ഹല്ലേലൂയ, ശാപ നീച till മരണത്തോളം, that cursed ആമേൻ, death, തന്നെത്താൻ ഏൽപ്പിച്ചതുപോലെ, like how he submitted ആമേൻ, himself. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, That is what Paul ആമേൻ, says. ക്രിസ്തുയേശുവിലുള്ള ഭാവം. The same nature in Christ. Praise the Lord. Hallelujah. ആമേൻ. ഈ സ്ത്രീ യേശുവിന്റെ അടുക്കൽ ആമേൻ വന്നപ്പോൾ When this woman came to യേശു Jesus, അവളോട് കുടിപ്പാനായിട്ട് ചോദിച്ചു. Jesus is asking for a ആമേൻ. drink. ഹല്ലേലൂയ. അവൾ കുടിപ്പാനായിട്ട് കൊടുക്കുകയല്ല. She's not giving him a drink. സാധാരണയാണെങ്കിൽ സാധാരണ രീതിയിൽ അതങ്ങ് കൊടുത്തങ്ങ് അവസാനിപ്പിക്കും. Normally she should just give it and ആമേൻ. finish it ഹല്ലേലൂയ. off. പക്ഷെ ദൈവം അവളെ സന്ധിക്കുവാൻ അവിടെ But എത്തിയിരിക്കുന്നത്. God wanted to speak and meet with ദൈവത്തിന്റെ her. പുത്രൻ അവളെ സന്ധിക്കുവാൻ അവിടെ Son of എത്തിയിരിക്കുന്നത്. God wanted to meet ആമേൻ. her ഹല്ലേലൂയ. there. യഹൂദന്മാർ ആരും ശമര്യയിലൂടെ പോകത്തില്ല. Jews will never pass ആമേൻ. by ഹല്ലേലൂയ. Samaria. കാരണം അവർക്ക് ഇവർ അൺടച്ചബിൾ ആണ്. The Samaritans are ആമേൻ. untouchable to ഹല്ലേലൂയ.
Jews. അവർ എല്ലാം പെരയ വഴി റൗണ്ട് അബൌട്ട് റൂട്ടിലൂടെയാണ് ഗലീലയിലേക്ക് They പോകുന്നത്. take outer routes and go to ആമേൻ. Galilee. യേശുവിന് ഗലീലയിലേക്ക് പോകേണ്ടി വന്നു. Jesus had to go to ആമേൻ. Galilee. അതിന്റെ പിന്നിൽ ഒരു ഇഷ്യൂ കൂടെ ഉണ്ടായി. There's another issue that happened because of യോഹന്നാന്റെ that. ശിഷ്യന്മാരെക്കാൾ യേശുവിന്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ യേശു അധികം പേരെ സ്നാനപ്പെടുത്തുന്നു എന്ന് പരീശന്മാർ അറിഞ്ഞു. Pharisees understood that Jesus and his ആമേൻ. disciples were baptizing ആ more than issue John's ഉണ്ടായി disciples. വന്നപ്പോൾ When that issue happened, ആമേൻ ഹല്ലേലൂയ അത് ആമേൻ കൂടുതൽ വഷളാകാതിരിക്കുവാൻ before it becomes worse, ആമേൻ യേശു ആമേൻ ഗലീലയിലേക്ക് മടങ്ങി പോകുകയാണ്. Jesus is going back to Galilee. ആമേൻ ഒരു സുവിശേഷ പര്യടനം. It's a gospel ആമേൻ journey. ശമര്യയിലൂടെയാ പോകുന്നത്. It's through ആമേൻ Samaria. യേശുവേ എന്തിനാ നീ ശമര്യയിൽ പോകുന്നത്? Jesus, why are you going ആമേൻ through ആർക്കും Samaria? ദയ തോന്നാതെ കിടക്കുന്ന ഒരു സഹോദരി അവിടെ ഉണ്ട്. There's a woman who's not ആമേൻ been ഹല്ലേലൂയ shown ആമേൻ mercy by anyone. നാളുകളായി കഷ്ടം അനുഭവിക്കുന്ന ഒരു സഹോദരി അവിടെ ഉണ്ട്. A lady who's been troubled ആമേൻ for a അവളുടെ long ജീവിതത്തിന്റെ time. അവസ്ഥകൾ അവളെ The അങ്ങനെയാക്കിയെങ്കിലും circumstances of her life ആമേൻ made her ഹല്ലേലൂയ like that. കഴിഞ്ഞു പോയ നിത്യതയിൽ ഞാൻ അവളുടെ ഹൃദയം കണ്ടതാ. The eternity that passed away, I saw her കഴിഞ്ഞു heart. പോയ നിത്യതയിൽ എന്റെ പിതാവ് ആമേൻ എന്നിലൂടെ അറുക്കപ്പെട്ടവനായി എന്നിലൂടെ ആമേൻ അവളെ കാണുവാനിടയായി My തീർന്നതാ. Father saw her through me. Praise the Lord. Amen. ആമേൻ ഹല്ലേലൂയ യേശു അവളെ സന്ധിക്കുവാൻ ആമേൻ അവളുടെ കിണറ്റിന്റെ കരയിൽ വരികയാണ്. Jesus has come to this well to ആമേൻ meet her. യേശു അവളോട് ചോദിച്ചു നീ എനിക്ക് കുടിപ്പാൻ തരുമോ? Jesus asked her, can you give me ആമേൻ a drink? ഹല്ലേലൂയ അതിന്റെ മറുപടി എന്താണ്? Her reply and ആമേൻ answer ഹല്ലേലൂയ is, അവൾക്ക് കുടിപ്പാൻ കൊടുത്തുകൊണ്ട് ആമേൻ കാര്യങ്ങൾ അവസാനിപ്പിക്കാമായിരുന്നു. she could just give a drink ആമേൻ and finish it. എന്നാൽ അവൾ കുടിപ്പാൻ കൊടുക്കുകയല്ല ചെയ്യുന്നത്. She did not give a drink. ആമേൻ ഹല്ലേലൂയ Rather, യേശുവിനെ അവൾ ആകെക്കൂടെ She നോക്കുവാനിടയായി. looked at Jesus. യേശുവിന്റെ വസ്ത്രം അവൾ നോക്കി. She looked at his robe. യേശുവിന്റെ താടിമോടികൾ അവൾ നോക്കി. She looked at his ആമേൻ face. അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി അവൻ ഒരു യഹൂദനാണ്. She understood he's a Jew. Praise the Lord. Amen. Praise the Lord. Amen. ഇന്ന് പലർക്കും ആ സ്ത്രീക്കുള്ളതായ ആ ഒരു ജ്ഞാനം പോലുമില്ല. Lot of people today don't even have the wisdom that woman മറ്റുള്ളവരെ had. മനസ്സിലാക്കുവാനുള്ള ഒരു ജ്ഞാനം. A wisdom to understand ഈ others. കാലഘട്ടത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനാ വിഷയം, One prayer that you got to pray for കർത്താവേ is, എനിക്ക് ജ്ഞാനം നൽകണം. God give me wisdom. എന്തിനുള്ള ജ്ഞാനമാ? What is this wisdom for? മറ്റുള്ളവരെ To മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം. understand others. മറ്റുള്ളവരെ നീ കൈക്കൊള്ളുന്നത് പോലെ കൈക്കൊള്ളുവാനുള്ള ജ്ഞാനം. Accept others like how you ആമേൻ accept them. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനുള്ള To ജ്ഞാനം. stand in the gap for ആമേൻ them. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ജ്ഞാനം. To pray for who ആമേൻ needs prayers. ആർക്ക് വേണ്ടി ഉപവസിക്കണമോ അവർക്ക് വേണ്ടി To ഉപവസിപ്പാനുള്ള fast ജ്ഞാനം. for people who need ആമേൻ it. കർത്താവേ മറ്റുള്ളവരെ മനസ്സിലാക്കുക. God to understand ദൈവത്തിന്റെ others. വചനത്തിൽ അതിന് പ്രധാന സ്ഥാനമുണ്ട്. The word of God is giving it very ആമേൻ much ഹല്ലേലൂയ. importance. ഒരുവൻ മറ്റൊരുവനെ തങ്ങളെക്കാൾ You ശ്രേഷ്ഠരെന്നെണ്ണട്ടെ. need to count the others higher and Praise more the Lord. prosperous, ആമേൻ honorable than you. മനസ്സിലാക്കുവാനുള്ള ആമേൻ ഒരു കഴിവ്, ഒരു ജ്ഞാനം നമുക്ക് ആവശ്യം. God, give me wisdom to understand ആമേൻ others. അതില്ലാത്തവരാണ് ഈ കുറ്റപ്പെടുത്തുവാനിടയാക്കുന്നത്. People who don't have that ആമേൻ starts being കുറ്റപ്പെടുത്തി judgmental. ഒറ്റപ്പെടുത്തുവാനിടയാക്കുന്നത്. Then you'll alienate ആമേൻ അതൊരു people. പൈശാചിക ചതിയാണ്. That's the trap of the devil. നേടേണ്ടതിനെ നേടുവാൻ കഴിയാതിരിക്കുക. You're not able to receive കൈകോർക്കേണ്ടതിനോട് who should be കൈകോർക്കുവാൻ received. You കഴിയാതിരിക്കുക. can't join hands with people who ആമേൻ need to join ചേർത്ത് hands. നിർത്തേണ്ടതിനെ വിടുവിക്കേണ്ടതിനെ വിടുവിക്കാതിരിക്കുക. Not delivering people who got to be We are delivered. contributing to the satanic kingdom. Amen. Praise the Lord. Amen. അങ്ങനെ എത്ര പേരുണ്ട് ഈ വിശ്വാസഗോളത്തിൽ? You know how many people like that? എത്ര ലീഡേഴ്സ് ഉണ്ട് ഈ വിശ്വാസഗോളത്തിൽ? There's a lot of leaders like that. Praise the Lord. Amen. ആമേൻ ഹല്ലേലൂയ. ഈ സഹോദരി യേശുവിനെ ഒന്ന് This നോക്കുവാനിടയായി. woman is looking at ആമേൻ. Jesus. ഒരു ശമര്യയിലെ പുരുഷനും അവളോട് വെള്ളം ചോദിക്കത്തില്ല. Not one man in Samaria ആമേൻ will ഹല്ലേലൂയ. ask her for രഹസ്യമായിട്ട് a ഒരു പക്ഷെ drink. അവിടെ നിന്ന് വാങ്ങിച്ചു കുടിക്കാം. They might secretly ആമേൻ. ask. അല്ലാതെ പകൽ വെളിച്ചത്തിൽ ആമേൻ ഹല്ലേലൂയ ഒരു ആമേൻ ശമര്യക്കാരനായ പുരുഷൻ അവളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി In the broad കുടിക്കത്തില്ല. daylight, no Samaritan man will ask a ആമേൻ drink from ഹല്ലേലൂയ. her. തങ്ങളെ ആമേൻ ഹല്ലേലൂയ അറയ്ക്കപ്പെട്ടവരായി കാണുന്ന ആമേൻ തങ്ങളുടെ അതിർത്തി കൂടെ അഥവാ ബൈ ചാൻസിൽ കടക്കുവാനിടയായാൽ ആമേൻ ഹല്ലേലൂയ യഹൂദന്റെ ശുദ്ധീകരണ നിയമം മുഖാന്തരം തങ്ങളെ അശുദ്ധരെന്ന് ശുദ്ധീകരണ പ്രക്രിയകൾ ചെയ്യുന്ന ആമേൻ സെറിമോണിയൽ വാഷിംഗ് നടത്തുന്ന യഹൂദൻ, Jews who consider them as outcasts according to their law of purity. ആ യഹൂദനാണ് ഇപ്പോൾ എന്നോട് വെള്ളം It ചോദിച്ചിരിക്കുന്നത്. is that Jew who's asking me for a drink. Praise the Lord. Amen. Amen. Perpetual revelation of the Son of God. There's a revelation. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അവൾ അവനോട് ചോദിക്കുക, She's asking നീ him, ഒരു യഹൂദനായിരിക്കെ, you being a Jew, ഞാൻ ശമര്യാ സ്ത്രീ ആയിരിക്കെ, me being a Samaritan woman, എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് how എന്ത്? can you ask me for a drink? Praise the Lord. Amen. ആമേൻ. എന്നോട്
കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത്? Why do you ask me for a drink? ആമേൻ. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ലല്ലോ. There is no dealings between ആമേൻ. Jews and the Samaritans. യഹൂദനെ യവനക്കാർ നിന്റെ ആമേൻ സിറ്റിയിലുണ്ടോ, യെരുശലേമിലുണ്ടോ? Are Greeks in your cities, dear ആമേൻ. Jew? ഹല്ലേലൂയ. ആമേൻ. മറ്റ് ജാതികൾ യെരുശലേമിൽ വരാറുണ്ടോ? Do other Gentiles come to ആമേൻ. your city? ഹല്ലേലൂയ. മറ്റ് ജാതികൾ നിങ്ങളുമായിട്ട് ബിസിനസ് ഹല്ലേലൂയ ബന്ധങ്ങളുണ്ടോ? Do other Gentiles deal ആമേൻ. with you? മറ്റ് ജാതികളെ നിങ്ങൾ നിങ്ങളുടെ മതത്തിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ? Do you try to convert other ആമേൻ. Gentiles ഹല്ലേലൂയ. to your മറ്റ് religion? ജാതികൾ വന്ന് ആമേൻ ഹല്ലേലൂയ യഹൂദ മതം സ്വീകരിക്കുന്നുണ്ടോ? Do other Gentiles come and ആമേൻ. accept your ഹല്ലേലൂയ. religion? ഇതെല്ലാം ഉണ്ട്. All of this is ആമേൻ. there. ജാതികൾക്ക് വേണ്ടി അവർക്ക് എന്തും ചെയ്യാം. They can do anything for the എന്നാൽ Gentiles, തങ്ങളുടെ സ്വന്തം സഹോദരങ്ങൾ but their own ആമേൻ brethren, യാക്കോബിന്റെ തലമുറയിൽപ്പെട്ടവർ children of Jacob, ആമേൻ ഹല്ലേലൂയ അവർക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി ജാതികളുമായിട്ട് ഇടകലർന്നു. one mistake happened in their ആമേൻ lives ഹല്ലേലൂയ. that അവരെ they became entangled with the അവരെ Gentiles. എന്നേക്കുമായി അറക്കപ്പെട്ടവരായി മാറ്റി നിർത്തി. Forever they were outcasts by the ആമേൻ ഹല്ലേലൂയ. Jews. വിശുദ്ധിയും വേർപാടും വേണ്ടെന്നല്ല ഞാൻ I'm not പറയുന്നത്. saying holiness and ആമേൻ. separation is needed. യേശുവിനുണ്ടായിരുന്ന വിശുദ്ധിയും വേർപാടും. The holiness and separation ആമേൻ ഹല്ലേലൂയ. Jesus had. കല്ലെറിയുവാൻ ഒരുവളെ കൊണ്ടുവന്നു. Somebody was brought to ആമേൻ. be stoned. യേശു അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ സമ്മതിച്ചില്ല. Jesus did not allow her to be അവളുടെ stoned പ്രാണന്റെ ഉടയവനായ because യേശുവാ. he was the ആമേൻ. owner of her soul. അവളുടെ അമ്മയുടെ ഉദരത്തിൽ അവളെയും ഉരുവാക്കിയത് യേശുവാ. In her mother's ആമേൻ. womb, he is ഹല്ലേലൂയ. the one who യേശു formed her. ആരെയും ശിക്ഷിക്കുന്ന Jesus is യേശുവായിരുന്നില്ല. not a Jesus who ആമേൻ. punishes ഹല്ലേലൂയ. everybody. അവൻ ന്യായാധിപനായി വെളിപ്പെടുന്ന ഒരു നാളുണ്ട്. There is a day he becomes the ആമേൻ. judge. ഹല്ലേലൂയ. അന്നുവരെയും അവൻ കൃപയും കരുണയുമുള്ള ദൈവമാ. Till then, he's a gracious ആമേൻ. Lord. ദീർഘക്ഷമയും മനസ്സലിവുമുള്ള He's a ദൈവമാ. God who is gracious and എന്നാൽ merciful. അവന്റെ ദീർഘക്ഷമയെ പരീക്ഷിക്കുകയും But you should ചെയ്യരുത്. not test his ആമേൻ. നീ mercy. ഒരു യഹൂദനായിരിക്കെ You being a Jew, ആമേൻ ഹല്ലേലൂയ ശമര്യക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് how എന്ത്? can you ask me, being a ആമേൻ. Samaritan woman, for a drink? നമുക്ക് തമ്മിൽ സമ്പർക്കമില്ല. We do not have any dealings. Praise the Lord. Amen. ആമേൻ. യേശുവിന്റെ മറുപടി എന്താണ്? Jesus' reply. ആമേൻ. അതിന് യേശു Jesus നീ answered her. ദൈവത്തിന്റെ ദാനം വായിച്ചാട്ടെ. നീ ദൈവത്തിന്റെ ദാനവും ആ. നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു Praise the എന്ന് Lord. ഉത്തരം പറഞ്ഞു. വേറെ ആർക്ക് ഇങ്ങനെ സംസാരിപ്പാൻ കഴിയും? Who else can give an answer like ആമേൻ. this? അവളുടെ സ്വന്തം ആൾക്കാർ അവളെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? How does her own people label her? അവളുടെ ചർച്ചക്കാർ രക്തബന്ധങ്ങൾ അവളെ എങ്ങനെയാണ് How വിശേഷിപ്പിക്കുന്നത്? does her relatives call her അവളുടെ and label സമൂഹം her? അവളെ എങ്ങനെയാണ് How does her വിശേഷിപ്പിക്കുന്നത്? society ആമേൻ. describe അവരിൽ her? ഒരു കൂട്ടം ആൾക്കാർ ഒരുപക്ഷെ അവളുടെ അമ്മയും അപ്പനും അവൾക്ക് കൊടുത്ത പേരല്ല വിളിക്കുന്നത്. Some of them might not be ആമേൻ. calling her name എന്നാൽ that her parents ആമേൻ gave her. ദൈവപുത്രൻ പറയുന്നത് എന്താണ്? But the Son of Man says, ആമേൻ. സകലത്തിന്റെയും സൃഷ്ടിതാവാവൻ പറയുന്നത് എന്താണ്? Creator of everything says നീ to her, ദാനമാണ്. you're a gift. നീ ദാനമാണ്. You are a നീ gift. ആരുടെ ദാനമാണ്? Whose gift are നീ you? ദൈവത്തിന്റെ You're ദാനമാണ്. the gift of God. ആമേൻ. ഇതൊരു മർമ്മമാ This പ്രിയമുള്ളവരെ. is a big mystery. ആമേൻ. ഹല്ലേലൂയ. പാപിയെ ദൈവത്തിന്റെ ദാനമെന്ന് ഓർപ്പിക്കുവാൻ കഴിയുന്ന ആമേൻ കർത്താവിന്റെ രക്ഷിക്കുന്ന വചനത്തിന്റെ ശക്തിയാണത്. This is the power of the word of God that ആമേൻ. reminds us that a ഹല്ലേലൂയ. sinner is a ആമേൻ. gift. മറ്റുള്ളവർ അവളുടെ നല്ല പേര് പോലും പറയാത്ത When സാഹചര്യത്തിൽ others don't even call her ആമേൻ. name, യേശുവോട് പറയുകയാണ്, Jesus is telling her, നീ ദൈവത്തിന്റെ you are ദാനമാണ്. a gift of God. ആമേൻ. നീ ദൈവത്തിന്റെ ദാനമാണ് എങ്കിൽ If you are a ആമേൻ gift of God, നിനക്കൊരു കുറവുണ്ട്. there is a ആമേൻ. ആ shortcoming in you. ദൈവത്തെ നീ അറിയുന്നില്ല. You're not knowing ആ that ദൈവത്തെ God. നീ മനസ്സിലാക്കുന്നില്ല. You're not understanding ആ that God. ദൈവത്തെ നീ തിരിച്ചറിയുന്നില്ല. You're not recognizing ആ that ദൈവത്തോട് നീ ചേർന്ന് നിൽക്കുന്നില്ല. You're not staying close ആ to that ദൈവത്തോട് നീ അപേക്ഷിക്കുന്നില്ല. You're not asking that ആമേൻ. God. സഹായത്തിനായി അവന്റെ കരങ്ങളെ നീ You're പിടിക്കുന്നില്ല. not holding his hand for your help. നീ ദൈവത്തിന്റെ ദാനമെന്നും. You are a gift of God. പിന്മാറ്റത്തിൽ പോയവരോട് നമ്മൾ അങ്ങനെ പറയുമോ? Will we say like that to people who are ആമേൻ. backslidden? രക്ഷിക്കപ്പെടാത്തവരോട് നമ്മൾ അങ്ങനെ Will we പറയുമോ? say like that to people who are not saved? Praise the Lord. Amen. ആമേൻ. ഒരിക്കലും ഒരു വലിയ പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. Once I had to go through a എറണാകുളത്ത് big issue. ആമേൻ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന സമയത്ത് When I was in Ernakulam. ആമേൻ ഞങ്ങളുടെ ചർച്ചിൽ ലോക്കൽ ചർച്ചിലെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. There's a sister in our local church. അവളുടെ മാതാപിതാക്കളോട് വന്നു. Her parents came there. അപ്പൊ തന്നെ മർത്തോമക്കാരിയായിട്ടുള്ള ഒരു സഹോദരി അവിടെ ഉണ്ട്. Another Marthamite sister was there ഇവരെല്ലാം too. രക്ഷിക്കപ്പെട്ടവരും These സ്നാനപ്പെട്ടവരും. people are all saved and baptized. അവര് എല്ലാ സൺഡേയും അവർക്ക് ചർച്ച് അസൈൻമെന്റ് ഉണ്ട്. പല ചർച്ചുകളിലാണ് പോകുന്നത്. They have different church assignments പക്ഷേ every Sunday. അവരുടെ They go to different മെമ്പർഷിപ്പ് churches. മർത്തോമ സഭയിൽ നിന്ന് വിട്ടിട്ടില്ല. They've not left their membership from the ആമേൻ Marthamite ഹല്ലേലൂയ. church. എന്റെ അറിവിൽ അവർ സ്നാനപ്പെട്ടതിന് ശേഷം മർത്തോമ സഭയിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല?
ആമേൻ അവരുടെ കുർബാന അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ അവർ പങ്കെടുത്തിട്ടില്ല. As much as I know, they've never taken part in the Holy Communion in the നല്ല Martha Church. പാപ ഒരു സഹോദരിയാ. She's a nice പക്ഷെ lady. ഈ ആന്റി എന്നാ പറഞ്ഞറിയാവോ? You know what this auntie said? സംസാരിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ സഭ മാറിയോ? Once after conversation was done, she asked, അവര് did you change your മാറിയില്ല. church? She said no. അപ്പൊ അവരുടെ മുഖത്തോട്ട് നോക്കിയിട്ട് വളരെ കർക്കശമായ രീതിയിൽ പറയുക, നീ ഭൂതങ്ങളുടെ മേശയിലാ പങ്കുകൊള്ളുന്നത്. She looked at her face and very harshly said, you are taking part in the table of the demons. Praise the Lord. Amen. Praise the Lord. Amen. നീ ഭൂതങ്ങളുടെ മേശയിലാണ് പങ്കുകൊള്ളുന്നത്. You are taking part in the table of demons. സഹോദരി ആകപ്പാടെ വല്ലാണ്ടായി. That sister was broken. അവർ കരയുവാനായിട്ട് She started crying. ആ ഒരു അന്തരീക്ഷത്തെ ഒന്ന് വ്യത്യാസപ്പെടുത്തുവാൻ ഞാൻ ഒരുപാട് സ്ട്രഗിൾ Tried to change the atmosphere അവരോട് as much as I ഇറങ്ങിപ്പോകാൻ could. പറയാൻ പറ്റുമോ? I can't ask her to leave. ആമേഹല്ലേലൂയ. കൃപയാൽ പ്രിയമുള്ളവരെ, By the grace, ആമേഹല്ലേലൂയ, അത് കഴിഞ്ഞപ്പോൾ ആമേഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് we സഹായിച്ചു. could pray for some time. ആമേഹല്ലേലൂയ വചനം പറഞ്ഞു കൊടുക്കുവാൻ കർത്താവ് I സഹായിച്ചു. spoke the word to ആമേൻ. her. ആ സഹോദരിയുടെ മാതാവ് ഒരു സുവിശേഷകയായിരുന്നു. That sister's mother was ആമേഹല്ലേലൂയ. an കൃപയാൽ evangelist. ആമേൻ. ആ സഹോദരിയുടെ പിതാവ് അന്നുവരെയും രക്ഷിക്കപ്പെട്ടിരുന്നില്ല. Her dad was not ആമേൻ. saved ഒരു till then. മദ്യപാനിയായിരുന്നു. He was an alcoholic. കൃപയാൽ അന്നത്തെ ആ ഒരു സാഹചര്യം കഴിഞ്ഞപ്പോൾ By grace after ആമേൻ. ആ that, സഹോദരി ഒത്തിരി ദൈവത്തോട് that അടുക്കുവാനിടയായി. sister became very close with കർത്താവിനോട് the Lord. Started പ്രാർത്ഥിക്കുവാനിടയായി. praying. അവളുടെ വീട്ടിൽ ചെന്ന സമയത്ത് When she went to her അപ്പനോട് house, സുവിശേഷം പറഞ്ഞു. she told the gospel അപ്പൻ to her father. രക്ഷിക്കപ്പെടുവാനായിട്ട് He got ഇടയായി. saved. Praise the Lord. Amen. മാത്രമല്ല പിന്നീട് അവരിലൂടെ അനേകർ യേശുവിനെ Not രക്ഷിതാവായി only that, a lot of സ്വീകരിപ്പാനിടയായി. people came to the Lord ആമേൻ. through her. നമുക്ക് ആരെയും കുറച്ച് കാണുവാൻ സാധ്യമല്ല We cannot പ്രിയമുള്ളവരെ. belittle anyone, അത് dear ദൈവം ones. നമ്മെ ഏൽപ്പിക്കാത്തൊരു God is കാര്യമാണ്. not entrusted ആമേൻ. that to us. യേശു ആ സ്ത്രീയോട് പറയുന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. Think what Jesus is ആമേൻ. ആ telling her. സമൂഹം അവളെ കാണുന്നതൊന്ന് ചിന്തിച്ചു Think നോക്കിക്കേ. how the society saw ആമേൻ. her. അവളുടെ സ്വന്തക്കാർ അവളെ കാണുന്നൊന്ന് See ചിന്തിച്ചു നോക്കിക്കേ. how her relatives അതിന്റെ saw മധ്യത്തിൽ her. നീ ഒരു യഹൂദനെന്ന് യേശുവിനോട് പറഞ്ഞ മാത്രയിൽ In the midst of that, when she said ആമേൻ. that you're a ഹല്ലേലൂയ. Jew, to യേശുവോട് Jesus, പറയുകയാണ്, Jesus ആമേൻ, replies, നീ ദൈവത്തിന്റെ ദാനമാ. you are a gift of ആമേൻ. നീ God. സർവശക്തന്റെ ദാനമാ. You are a gift of ആമേൻ. Lord നീ Almighty. സ്വർഗ്ഗോന്നതനായവന്റെ ദാനമാ. You are a gift of the ആമേൻ. Heavenly ഹല്ലേലൂയ. നീ Father. ആക്സിഡന്റൽ അല്ല. You're not an accident. ആമേൻ. നീ ശപിക്കപ്പെട്ടതല്ല. You're not a cursed ആമേൻ. person. നിനക്കൊരു വീണ്ടെടുപ്പുണ്ട്. You have a redemption. ആമേൻ. കാരണം നീ ദൈവത്തിന്റെ ദാനമാ. Because you're a gift of God. വിശ്വാസികളെ, Dear believers, സഹോദരന്മാരെ, dear brothers, സഹോദരിമാരെ, dear sisters, ആമേ, കുഞ്ഞുങ്ങളെ, dear youth and പല children, പ്രശ്നത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ when we're going through a lot of നിന്റെ ഉള്ളിൽ problems, ബോധ്യമുണ്ടോ നീ ദൈവത്തിന്റെ do ദാനമാണെന്ന്? you realize you're a gift ആമേൻ. of God? ഞാൻ എന്റെ ദൈവത്തിന്റെ ദാനമാണെന്ന്. Do you realize ആമേൻ. you're a gift of പിശാചിന്റെ God? കയ്യിൽ കിടന്ന ഒരു There was a സമയമുണ്ടായിരുന്നു. time I was in the hands അവൻ of the എന്നെ devil. കശക്കിയ ഒരു There was a സമയമുണ്ടായിരുന്നു. time he troubled അവൻ me. എന്റെ തലമേൽ ചവിട്ടിയ ഒരു There was a സമയമുണ്ടായിരുന്നു. time his ആമേൻ. foot was അവൻ on my എന്നെ head. അധമ പാതാളത്തിന് അധികം യോഗ്യനാക്കിയ ഒരു There was a സമയമുണ്ടായിരുന്നു. time where he made me more needed for the എന്നാൽ കൃപയാൽ But by his grace തന്റെ alone, പരിശുദ്ധാത്മാവിനാൽ through his Holy അവൻ Spirit, വചനത്തിന്റെ ശക്തി എനിക്ക് വേണ്ടി അയച്ചു തന്ന് power of the word of അവൻ God, എന്നോട് എന്റെ യേശു പറഞ്ഞു, my Jesus told അവൻ me, നീ ദൈവത്തിന്റെ ദാനമാ. you are a gift of God. Hallelujah. Praise the Lord. Amen. ആമേൻ. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമല്ലേ? Children are a gift of ആമേൻ. God. നാം നമ്മുടെ അബ്ബാപിതാവിന്റെ ദാനമാണെന്ന്. We are a gift of ആമേൻ. our Abba Father. അബ്ബാപിതാവിന്റെ ദാനമാണെന്ന്. We are a gift of the Abba Father. സ്വർഗ്ഗോന്നതന്റെ ദാനമാണെന്ന്. We are a gift of ആമേൻ. Lord Most അതുകൊണ്ടായി High. എന്റെയും നിങ്ങളുടെയും ആത്മാവിന് ഈ ലോകത്തെക്കാൾ വിലയുണ്ട് എന്ന് വചനം Hallelujah. രേഖപ്പെടുത്തിയിരിക്കുന്നത്. That is why our souls are more valuable than the whole world put together. നീ ദൈവത്തിന്റെ ദാനമെന്നറിയണം. You need to realize you're a Praise gift the of God. Lord. Amen. We have a value. നമുക്കൊരു മൂല്യമുണ്ട് പ്രിയമുള്ളവരെ. You have a value, dear ones. ആമേൻ. നാം പാപികളായിരുന്നു. We were നാം sinners. ദോഷികളായിരുന്നു. We were sinners. നാം ശപിക്കപ്പെട്ടവരായിരുന്നു. We were cursed people. നിത്യനരകത്തിന് യോഗ്യരായിരുന്നു. We were destined for hell. പിശാചിന്റെ അടിമയായിരുന്നു. We were slaves of ആമേൻ. Satan. ദുരാത്മാക്കൾ നമ്മെ കുത്തിക്കൊണ്ടിരുന്നു. There were a lot of demons were ആമേൻ. അവർ pricking വല്ലാതെ us. നമ്മെ വശീകരിച്ചുകൊണ്ടിരുന്നു. They were enticing ആമേൻ. ആ us. അനുഭവത്തിന്റെ മധ്യത്തിലാണ് In the midst of all ആമേൻ that. സമയത്ത് ആമേൻ കാലത്തികവിൽ നമുക്ക് വേണ്ടി വന്ന ദൈവപുത്രൻ. I mean, with the completion of time, the Amen. Son In of God the who came for appointed us. time of the God the Father. I mean, in his appointed ആമേൻ. time, നമ്മോട് കൂടെ he വരുവാനിടയായി. came along with us. ആ ഒരു Hallelujah. എൻകൗണ്ടറിന്റെ ടൈം എന്ന് പറയുന്നത് The time of that ആമേൻ. ആ encounter, രക്ഷയുടെ ആമേൻ. ആ സമയം എന്ന് time പറയുന്നത് of that salvation, ആ പാപത്തിന്റെ ചങ്ങല പൊട്ടിയ സമയം എന്ന് time when the പറയുന്നത് chains of sin ആമേൻ. were യേശു broken. കർത്താവ് ആ പൊന്നുകരം കൊണ്ട് വിശുദ്ധ കരങ്ങൾ Oh, കൊണ്ട് hallelujah. ആമേൻ. ആ പരിശുദ്ധ കരങ്ങൾ കൊണ്ട് അശുദ്ധരായ നമ്മെ എടുത്തുയർത്തിയ സമയം. That time when Jesus with his ആമേൻ. holy hands lifted us സ്വർഗ്ഗം up. സന്തോഷിച്ച സമയം. Time when heaven ആമേൻ. rejoiced. അതൊന്നും മറന്നു പോകരുത് പ്രിയമുള്ളവരെ. You shouldn't forget നിന്റെ that, dear രക്ഷയുടെ ones. അനുഭവം നീ മറന്നു Your പോകരുത്.
experience of നിന്റെ salvation, you രക്ഷിതാവ് shouldn't സ്വർഗ്ഗം forget വിട്ട് that. നിനക്ക് വേണ്ടി ഇറങ്ങി വന്നത് മറന്നു You shouldn't പോകരുത്. forget that the Savior came down for നീ you. ദൈവത്തിന്റെ ദാനമെന്നും You are God's gift, and നിന്നോട് സംസാരിക്കുന്നവൻ the one who speaks to you. അനുഭവങ്ങളിലൂടെ സംസാരിച്ചില്ലേ, He spoke through experiences, രോഗത്തിലൂടെ സംസാരിച്ചില്ലേ, through your diseases. അപകടങ്ങളെ മുഖാമുഖം കണ്ടുകൊണ്ട് When സംസാരിച്ചില്ലേ, you saw problems in your ജോലി life, നഷ്ടപ്പെട്ടപ്പോൾ He സംസാരിച്ചില്ലേ, talked to you when you lost your job. ഹല്ലേലൂയ, പ്രതികൂലത്തിന്റെ നടുവിൽ സംസാരിച്ചില്ലേ, In the midst of your അവൻ hardships. ഒറ്റപ്പെടുത്തിയപ്പോൾ പുട്ട് ഡൗൺ ചെയ്തപ്പോൾ ലുക്ക് ഡൗൺ ചെയ്തപ്പോൾ അവൻ സംസാരിപ്പാൻ ഇടയായില്ലേ. When you looked down and lonely, He talked to you. ദൈവ ശബ്ദമില്ലായിരുന്നുവെങ്കിൽ, If God's voice was not ആമേ there, കാദേശ് മരുവിനെ നടുക്കുന്ന ആ ദൈവ ശബ്ദമില്ലായിരുന്നുവെങ്കിൽ, if the Lord's voice that ആമേ shakes the desert മാൻപേടകളെ of Kadesh, പ്രസവിപ്പിക്കുമാറാക്കുന്ന ആ that ശബ്ദമില്ലായിരുന്നുവെങ്കിൽ, voice that ആമേൻ, made deers ഈ to give birth was not ദൈവത്തിന്റെ there, വചനമില്ലായിരുന്നുവെങ്കിൽ, if the word of God was not there, വചനമാകുന്ന if യേശുവില്ലായിരുന്നുവെങ്കിൽ, Jesus, the word, was not there, Praise the hallelujah, Lord. hallelujah. നീ ദൈവത്തിന്റെ ദാനമെന്നും You are a gift of God. അവൻ നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നും നീ If you അറിഞ്ഞിരുന്നുവെങ്കിൽ, knew who's asking you, നമ്മുടെ കണ്ണുകളെ ദിവസത്തിൽ അടയ്ക്കാം. let's close our eyes. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, God's Spirit of the Lord says to നീ us, ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നാൽ പോരാ. not the way you're sitting right ആരേലും now. എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടത് ആമേ നിന്റെ മനസ്സിനകത്ത് അടിഞ്ഞുകൂടി, ആമേ ഹല്ലേലൂയ, നിന്റെ ഉള്ളിൽ ഹല്ലേലൂയ വേദയുളവാക്കി, ആമേ സംഘർഷമുളവാക്കി, ആമേ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. There is a spirit that's causing turmoils and troubles in your Amen. heart from words others have said. അതിന്റെ മധ്യത്തിൽ ജയം നൽകുവാൻ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. Jesus is here to give you നീ victory നീ in the midst of all ദൈവത്തിന്റെ that. ദാനമാണ്. You're His gift. ആമേൻ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ വചനം തന്നിട്ടുണ്ട്. He's given His word ആമേൻ, for ഹല്ലേലൂയ, you. വചനം നിനക്ക് മനസ്സിലാക്കി തരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ The തന്നിട്ടുണ്ട്. Holy Spirit is there to enlighten ആമേൻ, the word for you. ക്രിസ്തുവിൽ വളരുവാൻ നിനക്കൊരു കൂട്ടായ്മ He's തന്നിട്ടുണ്ട്. given you a fellowship to ആമേൻ, grow നിന്നെ in Christ. നടത്തി പരിപാലിക്കുവാൻ ആമേൻ പരിശുദ്ധാത്മാവാം ദൈവമുണ്ട്, കൂടാതെ സഭയുടെ അധ്യക്ഷനുണ്ട്. There is your pastor and the Holy Spirit to guide you. ഇതെല്ലാം ഉണ്ടായിട്ടും Even after having all that, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടിൽ നിനക്ക് വർദ്ധിച്ചു വരുവാൻ കഴിയുന്നില്ലയോ? can't you? Why are you not ആമേൻ. growing in the നിന്റെ revelation of Christ? ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണം അതാണ്. The reason of the destruction of your ഈ life is that. ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, Today morning, the Spirit of God ആമേൻ, നിനക്ക് says, യേശുവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടായി. you've had the encounter with എന്നാൽ Jesus. ഇന്ന് അതിൽ നീ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. You're coming down and അതിന്റെ behind in that. കാരണം വചനത്തിന്റെ വെളിപ്പാട് നീ The reason പ്രാപിക്കുന്നില്ല. is you're not getting the revelation of the ആമേൻ, word. വചനമാകുന്ന കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിനക്ക് ഓരോന്നോരോന്നായി പ്രാപിച്ചേ മതിയാകൂ. You need to receive the revelation ആമേൻ, of ഹല്ലേലൂയ. Jesus the അതിനു word. വേണ്ടി നിന്നെ ദൈവകരങ്ങളിൽ You സമർപ്പിക്കണം. need to submit yourself to the Lord's hands for പരിശുദ്ധാത്മാവുമായിട്ട് that. You സംസാരിക്കണം. need to talk with the Holy ആമേൻ, നിന്റെ Spirit. കയ്യിൽ തന്നിരിക്കുന്ന തിരുവചനം നീ തുറക്കണം. You have to open this ആമേൻ, Bible that ഹല്ലേലൂയ. you അത് have. നീ ആമേൻ, ഹല്ലേലൂയ, You have ധ്യാനിക്കുവാനിടയാകണം. to meditate that ആമേൻ, word. ദൈവാത്മാവ് അതിലൂടെ നിന്നോട് സംസാരിപ്പാൻ Holy പോകുകയാണ്. Spirit will speak to you. യേശുവിന്റെ വ്യക്തമായിട്ടുള്ള പിക്ചർ നിന്റെ ഉള്ളിൽ Very പതിയുവാൻ പോകുകയാണ്. Clear picture of Jesus will be given in your heart. ആമേഹല്യ, നിന്നെ കൊണ്ട് ദൈവത്തിന് Because ഉദ്ദേശമുണ്ട്. God has a purpose ആമേഹല്യ, നീ regarding you. ദൈവത്തിന്റെ ദാനമാണ്. Because you're His നീ gift. അവന്റെ കരങ്ങളിൽ You പ്രയോജനപ്പെടേണ്ടതാ. need to be useful in നീ His അവന്റെ hands. നാമത്തിന് മഹത്വമായി You തീരേണ്ടതാ. have to be ആമേൻ, glory നീ for ചിലരോട് His ആലോചന name. പറഞ്ഞു കൊടുക്കേണ്ടതാ. You're somebody who should ആമേൻ, നീ counsel ചിലതിനെ others. വിടുവിക്കേണ്ടതാ. You need to ആമേൻ, നീ deliver some. ചിലതിനെ കരം പിടിച്ച് തീയിൽ നിന്ന് വെളിയിൽ You need കൊണ്ടുവരേണ്ടതാ. to bring some out of ആമേൻ, നീ burning ചിലതിനെ fire. ഉറപ്പിക്കേണ്ടതാ. You need to establish ആമേൻ, നീ some. ചിലതിന് വെളിപ്പാട് പറഞ്ഞു You should give കൊടുക്കേണ്ടതാ. revelation to ആമേൻ, some. നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ പിശാച് Oh, വ്യാപരിച്ച് hallelujah. കെട്ടിയ കെട്ടുകൾ ആമേൻ Hallelujah. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഴിച്ച് ആമേൻ ക്രിസ്തുവിന്റെ Hallelujah. വെളിപ്പാടുമായി അനേകർക്ക് നിന്നെ ഒരു അനുഗ്രഹമാക്കുവാൻ ആമേൻ ദൈവം നിന്നെ പുറപ്പെടുവിക്കുന്ന ഒരു സമയമുണ്ട്. There is a time when God is going to bring you out. Hallelujah, to be a deliverance for many. Hallelujah. 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 അത് Hallelujah. സമർപ്പിക്കുവാനിടയാകുമോ പ്രിയരെ? Oh, hallelujah. Praise the Lord. Hallelujah. Praise the Lord. ഒന്ന് സമർപ്പിക്കുവാനിടയാകുമോ? Can you submit? പ്രിയ പിതാവേ, ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കപ്പെട്ട മാസത്തിനായ സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ ദിവസങ്ങൾക്കായ സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായ സ്തോത്രം, തിരുമേശയുടെ അനുഭവത്തിനായ സ്തോത്രം. ആമേൻ, അങ്ങയുടെ വചനം ഞങ്ങളോട് ഇടപെടുന്നതിനായ സ്തോത്രം. ഞങ്ങൾ ആരെന്ന് മനസ്സിലാക്കുവാൻ, ഞങ്ങളുടെ വിലയറിയുവാൻ, ഞങ്ങൾക്ക് വേണ്ടി ആമേ ഹല്ലേലൂയ നൽകിയ വിലയൊന്നറിയുവാൻ അവിടെ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഇടയാക്കണമേ. ഞങ്ങളിൽ നിന്റെ ശക്തി വ്യാപരിക്കണമേ.
അങ്ങയുടെ വെളിപ്പാട് ഞങ്ങൾക്ക് ലഭിക്കണമേ. ആമേൻ. അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിൻ്റെ മഹത്വമാക്കണം കർത്താവേ.